അമേരിക്കയും ചൈനയും ബഹിരാകാശ രംഗത്ത് ശക്തമായ മത്സരം കാഴ്ചവെക്കുമ്പോൾ സ്വന്തം ബഹിരാകാശ നിലയം ഇന്ത്യക്കും ആഗോളതലത്തിൽ കരുത്താകും. കാരണം ഇന്ത്യക്കും ബഹിരാകാശത്ത് സ്വന്തമായൊരു താമസ സൗകര്യം ഒരുങ്ങുകയാണ്. 2035 ഇന്ത്യ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന സ്വന്തം ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിൽ 3 പേർക്കാണ് പ്രാരംഭഘട്ടത്തിൽ ഒരേ സമയം തങ്ങാനാവുക. നിലയത്തിന് ഉൾക്കൊള്ളാനാകുന്ന ക്രൂവിന്റെ എണ്ണം 6 പിന്നീട് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ISRO പുറത്തുവിട്ടു. ബഹിരാകാശത്ത് സുസ്ഥിരമായ വാസസ്ഥലം സൃഷ്ടിക്കേണ്ടതിന്റെ പ്രാധാന്യം സെമിനാറിൽ ISRO ചൂണ്ടിക്കാണിച്ചു. നാസയടക്കമുള്ള ബഹിരാകാശ ഭീമന്മാർ നേതൃത്വം നൽകുന്ന രാജ്യാന്തര ബഹിരാകാശ നിലയത്തിനും ചൈനീസ് ബഹിരാകാശ നിലയത്തിനും കെട്ടിലും മട്ടിലും വെല്ലുവിളിയാവുന്ന ബഹിരാകാശ നിലയം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ BAS-1 എന്ന ആദ്യ മൊഡ്യൂൾ 2028 ISRO വിക്ഷേപിക്കുമെന്നാണ് സൂചന. ആളില്ലാതെ വിക്ഷേപിക്കുന്ന ഈ മൊഡ്യൂൾ പരീക്ഷണഘട്ടത്തിന് ശേഷം മനുഷ്യവാസത്തിന് ഉപയോഗിക്കും. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനായി ഇന്ത്യ തദ്ദേശീയമായി സാങ്കേതികവിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലുമാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലാണ് താമസ സൗകര്യം ഒരുക്കുക. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.